നമസ്കാരം, ധാടൈ ന്യൂസിലേക്ക് സ്വാഗതം. സമീപകാലത്തെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് പരാജയങ്ങളിലൊന്നിനാണ് കഴിഞ്ഞ ദിവസം കേരള രാഷ്ട്രീയം സാക്ഷ്യം വഹിച്ചത്. 140 അംഗ നിയമസഭയിൽ വെറും 34 സീറ്റുകളിലേക്ക് സഖ്യം ഒതുക്കപ്പെട്ടതോടെ നിയമസഭയിലെ നേതൃത്വത്തെക്കുറിച്ചും പിണറായി വിജയന്റെ ഭാവിയെക്കുറിച്ചും CPM വലിയ ചോദ്യങ്ങളെയാണ് അഭിമുഖീകരിക്കുന്നത്. ഭരണവിരുദ്ധ വികാരത്തെ മറികടന്ന LDFന് 3-ാം ഊഴം ലഭിച്ചിരുന്നെങ്കിൽ പിണറായി വിജയൻ തന്റെ പാർട്ടിയിലും ഇടതുപക്ഷ അണികൾക്കിടയിലും കൂടുതൽ കരുത്തനായി ഉദയം ചെയ്യുമായിരുന്നു. തുടർച്ചയായ 3-ാം വിജയമുണ്ടായാൽ അദ്ദേഹം തന്നെയാകും സർക്കാരിനെ നയിക്കുക എന്ന് CPM നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഏക പോളിറ്റ് ബ്യൂറോ അംഗവും പിണറായി തന്നെയായിരുന്നു. പ്രതിപക്ഷ നിരയിലേക്ക് പാർട്ടി മാറുമ്പോൾ 80-കാരനായ പിണറായി നിയമസഭയിൽ CPM നേതാവായി തുടരാൻ സാധ്യതയില്ല. പ്രതിപക്ഷ നേതാവാകാൻ താല്പര്യം പ്രകടിപ്പിച്ചില്ലെങ്കിൽ സഭയിൽ പാർട്ടിയെ നയിക്കാൻ ഒരു യുവമുഖത്തെ കൊണ്ടുവന്നുകൊണ്ട് പാർട്ടി തലമുറ മാറ്റത്തിന് മുതിരേണ്ടി വരും. എന്നിരുന്നാലും പാർട്ടിയുടെ മുന്നിലുള്ള ഓപ്ഷനുകൾ പരിമിതമാണ്. പാർട്ടിയുടെ 2-ാം നിര നേതാക്കളിലും മന്ത്രിസഭാ അംഗങ്ങളിലും ഭൂരിഭാഗം പേരും പരാജയപ്പെട്ടു. KN ബാലഗോപാൽ, മുഹമ്മദ് റിയാസ്, സജി ചെറിയാൻ എന്നീ 3 പേർ മാത്രമാണ് വിജയിച്ചു കയറിയത്. റിയാസ് പിണറായിയുടെ മരുമകനാണെങ്കിലും പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളും BJPയുടെ വളർച്ചയും അദ്ദേഹത്തിന്റെ സാധ്യതകളെ ബാധിച്ചേക്കാം. KK ശൈലജയെ പോലുള്ള മുതിർന്ന നേതാക്കളുടെ പരാജയവും CPMന് തിരിച്ചടിയാണ് നൽകിയത്. മറ്റൊരു ഘടകവും ഈ സാഹചര്യത്തിന് കാരണമായിട്ടുണ്ട്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 2 തവണ തുടർച്ചയായി MLA-മാരായവർക്ക് സീറ്റ് നൽകേണ്ടതില്ലെന്ന CPM തീരുമാനം EP ജയരാജൻ, തോമസ് ഐസക് തുടങ്ങിയ പ്രമുഖരെ മാറ്റി നിർത്താൻ കാരണമായിരുന്നു. ഇപ്പോൾ P രാജീവ്, MP രാജേഷ് തുടങ്ങിയ നേതാക്കളുടെ പരാജയം പാർട്ടിക്ക് മുന്നിൽ കടുത്ത വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. കൂടാതെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് അവലോകനങ്ങളിലും അടുത്ത വർഷം നടക്കാനിരിക്കുന്ന പാർട്ടി സമ്മേളനങ്ങളിലും പിണറായി വിജയന്റെ പ്രവർത്തന ശൈലിയെ പാർട്ടി കുറ്റപ്പെടുത്തുമോ എന്നതും ശ്രദ്ധേയമാണ്. 2016-ൽ മുഖ്യമന്ത്രിയായ ശേഷം ഭരണപരമായ കാര്യങ്ങളിൽ പാർട്ടിയിൽ നിന്ന് പിണറായിക്ക് വലിയ വിമർശനങ്ങളൊന്നും ഇതുവരെ നേരിടേണ്ടി വന്നിരുന്നില്ല. ന്യൂസ് ഡെസ്ക്, തേർഡ് ഐ ന്യൂസ്.